ഈ 2025 ജാവാസ്ക്രിപ്റ്റ് 30 വയസ്സ് പൂർത്തിയാകാണ്. അപ്പോൾ ഈ 30 വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നെന്ന് നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജാവാസ്ക്രിപ്റ്റ് ഹിസ്റ്ററി പാർട്ട് 1. 1994 നെറ്റ്സ്കേപ്പ് എന്ന കമ്പനി നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ എന്ന് പറഞ്ഞ ഒരു വെബ് ബ്രൗസർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ വെർഷൻ 1.0. ഓക്കെ. പിന്നെ 1995 നെറ്റ്സ്കേപ്പ് വിചാരിച്ചു ജസ്റ്റ് HTML മാത്രം പോരാ വെബിൽ, കുറച്ച് ഇന്ററാക്ഷനും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇന്ററാക്ടിവിറ്റി ആഡ് ചെയ്യണമെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് വേണം. അപ്പം ഇതേ ഇയറിലാണ് സൺ മൈക്രോ സിസ്റ്റം ജാവ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജാവ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജാവ നമുക്ക് വെബ് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ അത് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. അപ്പം നെറ്റ്സ്കേപ്പ് നമ്മളെ ബ്രെൻഡൻ എയ്ക്കിനോട് പറഞ്ഞു ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ഇറ്റ് ഷുഡ് ബി ലുക്ക് ലൈക്ക് ജാവ, പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരിക്കണം, ക്ലാസ് ബേസ്ഡ് ആവാൻ പാടില്ല. അപ്പം നമ്മളെ ബ്രെൻഡൻ എന്ത് പറഞ്ഞു, ഓക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പുള്ളി 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇപ്പോഴുള്ള ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ഓക്കെ. എന്നിട്ട് അതിന് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ജാവ ഭയങ്കര പോപ്പുലർ ആയിരുന്നു ആ ഇയറിൽ. അപ്പോൾ ഈ മാർക്കറ്റിംഗ് റീസണിന് വേണ്ടിയിട്ട്, കുറച്ച് പോപ്പുലർ ആവാൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേര് ഈ ഒരു ലാംഗ്വേജിന് കൊടുത്തത്. ഇനി 1996 മൈക്രോസോഫ്റ്റ് ജെസ്ക്രിപ്റ്റ് എന്ന ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 3. ജെസ്ക്രിപ്റ്റിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, അതിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോററിന് നമുക്ക് വിൻഡോസിന്റെ ആക്റ്റീവ് എക്സ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഡൈനാമിക് ആയിട്ട് ഇത് എക്സല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫീച്ചർ ഈ ജെസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് വിൻഡോസ് എക്കോസിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ. അത് ഈ സെയിം ഇയറിൽ നമ്മളെ നെറ്റ്സ്കേപ്പ് അവരുടെ സെക്കൻഡ് വെർഷൻ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്ററിന്റെ സെക്കൻഡ് വെർഷൻ 2.0 റിലീസ് ചെയ്തു. ആ ഒരു സെക്കൻഡ് വെർഷൻ ബ്രൗസറിലാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ 1.0 വെർഷൻ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പം ആ സെയിം ഇയറിൽ തന്നെയാണ് നമുക്ക് പുതിയൊരു ടേം നമ്മളുടെ വെബ് ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ പേരാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ, അതായത് ഡോം. ഇനി 1997 മുതലുള്ള വിശേഷം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.